ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായി 15 കിലോ വ്യാജത്തേയില പിടികൂടി. വ്യാഴാഴ്ച ഉച്ചയോടെ പോലീസ് ലൈൻ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് പിക്കപ്പ് വാനിൽ നിന്ന് വിതരണത്തിനായി കൊണ്ടുവന്ന 15 കിലോ വ്യാജത്തേയില പിടികൂടിയത്. തിരൂരിൽ 3-ാം തവണയാണ് വ്യാജത്തേയില പിടികൂടുന്നത്. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് ചായക്കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രീതിയിൽ കളർ ചേർത്ത ചായപ്പൊടി കണ്ടെത്തിയിരുന്നു. വിതരണക്കാരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പട്ടാമ്പിയിൽ നിന്നും വ്യാഴാഴ്ചകളിലാണ് തേയില എത്തിച്ചു തരുന്നതെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്രോളിംഗിനിടയിൽ പോലീസ് ലൈൻ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് പിക്കപ്പ് വാനിൽ നിന്നും 15 കിലോ വ്യാജ തേയില പിടികൂടിയത്. ടിഷ്യൂ പേപ്പർ ടെസ്റ്റിൽ കൃത്രിമ നിറം പടരുന്നതായി കണ്ടെത്തി. തിരൂരിൽ നിന്ന് 3-ാം തവണയാണ് വ്യാജത്തേയില പിടികൂടുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ പറഞ്ഞു. ഇതിനു മുന്നേ ഒരാഴ്ചക്ക് മുന്നേ ഇവിടെ തിരൂര് ബിപിയങ്ങാടിയിൽ വെച്ചിട്ട് നടന്ന പുതിയങ്ങാടി നേർച്ച ആ സമയത്ത് നടത്തിയ പരിശോധനകളിൽ ചായക്കടകളിൽ നിന്നും അവിടുത്തെ ചില ചായക്കടകളിൽ നിന്നും നമുക്ക് സംശയാസ്പദമായ രീതിക്ക് തേയില ലഭിക്കുകയുണ്ടായി. അപ്പൊ കൃത്രിമ നിറം ചേർന്നതാണ് എന്ന് സംശയാസ്പദമായി തോന്നിയത് കൊണ്ട് കടക്കാരിൽ നിന്നും ആരാണ് ഇത് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അവര് ഇന്നത്തെ ദിവസം, അതായത് വ്യാഴാഴ്ചകളിലാണ് തിരൂര് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ തെക്കുമുറി മുതൽ ബിപിയങ്ങാടി വരെയുള്ള ഈ റൂട്ട് ഞങ്ങളുടെ പെട്രോളിങ്ങും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ക്വാഡും നടത്തുന്ന സമയത്ത് വീണ്ടും ഈ വണ്ടി കാണുവാൻ ഇടയാകുകയും ഇന്ന് ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ 2 തരം തേയിലകൾ കാണാനിടയായി. വീണ്ടും ഇങ്ങനെ പൊതുജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നതിന്റെ അനുസരിച്ചാണ് ഇത്തരം വ്യാജ തേയിലകൾ ജില്ലയുടെ പുറത്തു നിന്ന് പോലും വരുന്നത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ സാമ്പിൾ ലാബിലേക്ക് അയച്ചതിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ, ശിക്ഷാ നടപടികൾ മേലധികാരിയിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് സ്വീകരിക്കുന്നതാണ്. എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും പരിശോധന കർശനമായി തന്നെ തുടരുന്നുണ്ട്. ഇങ്ങനെ വ്യാജമായി കിട്ടുന്ന ഓരോ ഭക്ഷ്യവസ്തുക്കള് കൂടി വരാൻ ഒരു കാരണം പൊതുജനങ്ങൾ തന്നെയാണ്. കാരണം ഇങ്ങനെ വളരെയധികം കടുപ്പമേറിയ ചായ അത് കിട്ടിയില്ലെങ്കിൽ ചായക്കടക്കാരനെ ഒരു വഴക്ക് പറയുമ്പോൾ അയാളും ഇത്തരം വ്യാജന്മാര് വരുമ്പോ വളരെ ആ പാക്കറ്റിൽ എഴുതിയേക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ വിലയ്ക്ക് ഇങ്ങനെ വ്യാജമായ തേയിലകൾ ലഭിക്കുമ്പോൾ അവരും നിർബന്ധിതരാവുകയാണ് അഡൾട്രേഷന്. വ്യാജമാണെന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഗ്ലാസ്സില് 3/4 ഭാഗം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന്റെ ഉപരിതലത്തില് തേയിലപ്പൊടി വിതറി നോക്കുക. താഴത്തേക്ക് ആ വീഴുന്ന തേയിലന്ന് ചുമപ്പ് കളർ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അതില് കളർ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോ അങ്ങനെ കിട്ടിയൊരു തേയില ഇപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ P. സുജിത് പെരേരയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ, കോട്ടക്കൽ താവനൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ U. ദീപ്തി, തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസ് അസിസ്റ്റന്റ് VS വിപിൻ, ജീവനക്കാരൻ ഒലിയിൽ മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.